പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത പുത്തൻ പുലരിയിൽ കർത്താവിൻ്റെ സന്നിധിയോട് അടുത്തു വരുവാൻ, തലവണക്കുവാൻ, കൈകൾ കൂപ്പുവാൻ, ആയുസ്സും ആരോഗ്യവും ബലവും തന്ന സർവശക്തനും സർവകൃപാലുവും സർവലോക സൃഷ്ടിതാവുമായ സർവശക്തനായ ദൈവത്തിന് സകലവിധ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ, ഒരു വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 2 വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. ഒരു ഭാവി കാല പ്രയോഗമാണ്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും, ദുർഘടങ്ങളെ നിരപ്പാക്കും ചെയ്യും. ആര് ആരോട് പറഞ്ഞതാണെന്ന് ആ വാക്യത്തിന് മുമ്പും പിൻപും വായിക്കും അറിയാം. ഇത് സർവശക്തനായ ദൈവം നമ്മുടെ പറയുന്ന സോക്കോൾഡ് തൻ്റെ മക്കളുടെ ഗണത്തിൽ പെടാത്ത, ഇസ്രായേൽ ജനത്തിൽ പെടാത്ത പുറത്തുള്ള ഒരു ജാതീയ രാജാവായ കോരശിനോട്, സൈറസിനോട് പറയുന്ന വാക്കുകളാണ് ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനു മുമ്പ് 44 അവസാനം ഒക്കെ കോരശിനെ കുറിച്ച് പറയുന്നുണ്ട്. സൈറസ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. കോരശന്റെ ഇടയൻ ആ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് അനുവാദം കൊടുത്തിരിക്കുന്ന കോരശ്, സൈറസ് എന്ന രാജാവ്. ഒത്തിരി ചരിത്രം സൈറസ് എന്ന് പറയുന്ന രാജാവിന്റെ പിന്നിലുണ്ട്. സൈറസിനെ കുറിച്ച് ജനിക്കുന്നതിന് മുമ്പേ ഈ ദൈവിക പ്രവചനമല്ലാത്ത പ്രവചനങ്ങൾ ഉണ്ടായിട്ട് അധികാരം കൊല്ലുമെന്നും അപ്പനെയും വല്യപ്പനെയും കൊന്നുകളയുമെന്നൊക്കെയുള്ള ജാതീയ പ്രവചനങ്ങളുടെ പിൻപിൽ അവൻ ജനിക്കാതിരിക്കാനും വളരാതിരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിക്കുന്നതിന് 250 വർഷം തുടങ്ങി ഏകദേശം അതിൽ മുകളിൽ വർഷങ്ങളിൽ കോരശ് എന്ന ഇടയനെ കുറിച്ച്, കോരശ് എന്ന രാജാവിനെ കുറിച്ച് പ്രവചനം ദൈവം തമ്പുരാൻ കൽപ്പിച്ച പ്രവചനം നിവർത്തിയാകുവാൻ സാഹചര്യത്തിന്റെ പ്രതികൂലങ്ങളിൽ കൂടെ വളർന്നു പന്തലിച്ച് ദൈവിക പദ്ധതിയിലേക്ക് കയറി വന്ന ഒരുവനാ സൈറസ് എന്ന് പറയുന്ന, കോരശ് എന്ന് പറയുന്ന രാജാവ്. ഇവിടെ പറയുമ്പോ ഇതിനകത്ത് സൈറസിനെ കുറിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു നിയോഗമുണ്ട്. യെരൂശലേം ദേവാലയം ബാബിലോൺ ചക്രവർത്തിയായി നെബൂഖദ്നേസറിനാൽ തകർക്കപ്പെട്ട് തീ വെച്ച് ചുട്ടുകളഞ്ഞ ആ ദേവാലയത്തിലെ വസ്തുക്കളും വസ്തുതകളും തിരിച്ച് ദേവാലയത്തിൽ എത്തിക്കുവാൻ, ദേവാലയം പണിയുടെ ആ ചുക്കാൻ പിടിക്കുവാൻ, തിരികൊളുത്തുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ജാതീയ രാജാവാണ് കോരശ് എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയപരിധിക്കുള്ളിൽ പറയാം. ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പ്രവചന ശബ്ദം, ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ദൂത് ഇന്ന് കേൾക്കണം. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കുഞ്ഞെ, എന്നെ കേൾക്കുന്ന നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിനക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ അത് ചിലപ്പോൾ കംപ്ലീറ്റ്നെസ് ഇല്ലാത്തായിരിക്കും, പൂർത്തീകരണമില്ലാത്ത, എന്നാൽ നന്മയും പൂർണ്ണതവും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിന്നെക്കുറിച്ചുണ്ട്. അതും ജനിക്കുന്നതിന് മുമ്പ്. ഒരുപക്ഷെ നമുക്കത് പറയാം, ഉലക സ്ഥാപനത്തിന് മുൻപേ തന്നെ നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മിലൊരു പദ്ധതിയുണ്ട്. കോരശ് ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. വളരരുത് എന്ന് സ്വന്തം കുലത്തിലുള്ളവർ, കുടുംബത്തിലുള്ളവർ തീരുമാനിച്ചു. ജനിക്കരുതെന്ന് പറഞ്ഞു. ഉദരത്തിലിരിക്കുമ്പോൾ കൊല്ലുവാൻ ശ്രമിച്ചു. ജനിക്കാതിരിക്കാൻ ജനിച്ചവനെ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ കാട്ടിൽ വളർന്നു എന്നാണ് ചരിത്രം. കാട്ടിലവൻ വളർന്നു. 11 വയസ്സുകൾക്കപ്പുറം കാട്ടിൽ വളർന്ന് മടങ്ങി വന്ന രാജാവായി മടങ്ങി വന്ന് എവിടെ ദൈവം കൽപ്പിച്ചോ അതുപോലെ രാജകീയ അധികാരം പിടിച്ചെടുത്ത് രാജാവായി മടങ്ങി വന്നു ഒരുവൻ. ആ രാജാവായി വരുമ്പോൾ തന്നെ സൈറസിനെ കുറിച്ച് ദൈവത്തിന് പ്രവാചകം ഇങ്ങനെ പറയുകയായിരുന്നു, അവൻ എൻ്റെ ഇടയൻ,
ഇഷ്ടമൊക്കെ ചെയ്യുന്നവൻ ദൈവം ഒരു ഫേവർ കൽപ്പിച്ചാക്കിയ, അതാ നമ്മുടെ പ്രതിവാദ വിഷയം. ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും, താമരവാതിലുകളെ ഉടച്ചിരുമ്പു കോടാമ്പരികളെ നിനക്കായി കണ്ണിച്ചു മാറ്റും. ഇതിന് താഴോട്ട് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വാക്തത്വങ്ങളുണ്ട്. മറവിടങ്ങളെ, നിക്ഷേപങ്ങൾ, ഇരുട്ടിലെ ഗുപ്തനിധികളൊക്കെ നിനക്ക് തരും. കപ്പലുകൾ നിനക്ക് കപ്പം കൊണ്ടുവരും. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വാക്കിനൊരു പ്രസക്തിയുണ്ട്. ദൈവം തമ്പുരാൻ ജാതീയ രാജാവാനായ സൈറസിനോട് പറയുമ്പോൾ യഹൂദ പാരമ്പര്യമായിട്ട് ലവലേശം ബന്ധമില്ലാത്ത, ഇസ്രയേൽ ജനതയുമായിട്ട് ഒരു രക്തബന്ധമില്ലാത്ത പുറം ജാതി കിടന്ന നിന്നോട് നിരകത്തുന്നൊരു സന്ദേശം പറയാനുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഈ വാചകം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, നിന്നോടൊരു സന്ദേശം പറയാനുണ്ട്. നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി നിനക്കറിയുന്നതിനേക്കാൾ വലുതാണ്. നിന്നെ കുറിച്ചൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കകത്ത് ഒരു പക്ഷേ ദൈവത്തിന്റെ ചില നിയോഗങ്ങൾ ഏറ്റെടുത്ത് പൗലോസിനെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ, പത്രോസിനെ പോലെ, പ്രവാചകന്മാർ ഒരുവിനെ പോലെ, ഏലിയാവിനെ പോലെ, എലീശയെ പോലെ, യെശയ്യാവിനെ പോലെ ചില നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവം തമ്പുരാൻ നിന്റെ മേൽ ഒരു കൽപ്പന തന്നാക്കിയിട്ടുണ്ട്. നിയോഗം നിന്റെ മേൽ തന്നിട്ടുണ്ട്. ഒരു ജനത്തെ രക്ഷിക്കുവാൻ, ഒരു തലമുറയെ രക്ഷിക്കുവാൻ. സാരഭാത്തിനൊരു വിധവ മാത്രമേ ഉള്ളെങ്കിൽ അവരെ രക്ഷിക്കുവാൻ, ചിലരെ നിത്യരാജ്യത്തെ അവകാശമാക്കുവാൻ, ചില നിയോഗങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം നിനക്ക് തന്നിട്ടുണ്ട്. ഭയപ്പെട്ട് മാറി നിന്ന് പുറകോട്ട് നിൽക്കുന്ന നിന്നോട് പറയുന്നൊരു ദൂതുണ്ട്. മുന്നോട്ട് വാ, സ്റ്റെപ്പ് എടുത്ത് വെക്കേ, മുന്നോട്ട് വാ. വന്നിട്ടോ, ഇതാ ഞാൻ നിനക്ക് മുമ്പായി പോകുന്നു. ഇനി വചനം മറക്കരുത്. പതറി നിൽക്കുന്ന, എന്തു ചെയ്യണമെന്നറിയാതെ വേർപെട്ട് പതറി, അതേ ഹൃദയത്തിനകത്ത് ഭാരം പേറി നിൽക്കുമ്പോ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്നെ ഉറപ്പിക്കുന്ന ഒരു വചനം പറയാം. ദൈവം, സർവശക്തനായ ദൈവം, നിന്റെ ഉടയവൻ, നിന്റെ സൃഷ്ടിതാവ് നിന്നോട് പറയുന്ന ഈ വചനമൊന്ന് കേട്ടെ. മുന്നോട്ട് വാ. മുന്നോട്ട് വരാൻ ഭയപ്പെട്ട് നിൽക്കുന്നത് നിന്നോട് പറയുന്ന അടുത്ത ദൂതൻ, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും. സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും. നിന്റെ പാതയിലുള്ള ദുർഘടങ്ങളെ നിനക്ക് വേണ്ടി നിരപ്പാക്കും. മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കേ. ചെങ്കടലായാൽ അതിനെ മാറ്റും. ഒരു പർവ്വതമായാൽ അതിനെ സമഭൂമിയാക്കും, നിരപ്പാക്കി മാറ്റും. കല്ലും മുള്ളും കാഞ്ഞിരക്കുറ്റിയും തട്ടുന്ന ഇടത്ത് അതിനെ വിശാല പാതയാക്കി മാറ്റും. ദുർഘടങ്ങളെ നിരപ്പാക്കും. നിന്റെ വഴിയിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കും. തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റും. ഒരിക്കലും നിന്റെ മുമ്പിൽ തുറന്നു വരികയില്ല എന്ന് പറയുന്ന താമ്രത്തിന്റെ കഥകളുണ്ടല്ലോ, അതിനെ നിനക്ക് ശക്തിയില്ല, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷേ താമ്ര കഥകളെ തമ്പുരാൻ നിന്റെ മുമ്പിൽ ഉടച്ചു മാറ്റും. ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. കുഞ്ഞെ, ദൈവകൃപ അതിനോട് കൂടിയിരിക്കും. ആത്മാവിൽ ബലപ്പെടുത്തും. അസാധാരണമായ ദൈവശക്തി കൊണ്ട് നിറയ്ക്കുന്നു ഈ ജനത്തെ. അതേ അങ്ങനെ തന്നെ അപ്പൻ ഏറ്റെടുക്കട്ടെ. ഞാൻ നിനക്ക് മുമ്പായി, ദൈവം നിനക്ക് മുമ്പായി നടക്കും. ദുർഘടങ്ങളെ നിരപ്പാക്കും. താമരവാതിലുകളെ കണ്ടിക്കും. താമരവാതിലുകളെ ഉടച്ചു മാറ്റും. ഇരുമ്പ് ഓടാമ്പലുകളെ കണ്ണിച്ചു കളയും. ഒരിക്കലും തുറക്കാത്ത നിന്റെ മുമ്പിൽ തുറക്കുന്നു. ഇത് ദൈവ നിയോഗമാ. ദൈവിക പദ്ധതികൾ നിനക്ക് വേണ്ടി ഒരുക്കുന്നു. വിശ്വസിച്ച് ദൈവ പദ്ധതികൾ ഒരുക്കുന്നു. അതേ വഴികൾ തുറക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായിട്ട് നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. രക്തത്തിന്റെ മുദ്ര ഈ കുഞ്ഞുങ്ങളുടെ മേലിടുന്നു, ആത്മാവിൽ ബലപ്പെടുത്തുന്നപ്പാ. കർത്താവേ, അങ്ങ് തന്ന ഈ വചനം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ജനത്തിനായി കൈമാറുന്നു. ഞാൻ നിനക്ക് മുമ്പായി നടക്കും. ഞാൻ നിനക്ക് മുമ്പായി നടക്കും. ദുർഘടങ്ങളെ നിരപ്പാക്കും. ഇരുമ്പ് വാതിലുകളെ, താമ്ര വാതിലുകളെ കണ്ടിച്ച് ഇരുമ്പോടാമ്പലുകളെ ഉടച്ചു കളയുന്ന ദൈവകൃപ ജനത്തിന് മേൽ പകരുന്നു. യെസ്, താമ്ര വാതിലുകളെ ഉടച്ച് ഇരുമ്പോടാമ്പലുകളെ കണ്ടിച്ച് ഇതാ വാതിലുകൾ ഇതിനു മുമ്പിൽ തുറക്കപ്പെടുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ വചനം അങ്ങനെ തന്നെ ജനത്തിന്റെ മേൽ കൈമാറുന്നു. കേൾക്കുന്നവർ വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. നിനക്ക് മുമ്പായി പോകുന്ന ദൈവത്തിന്റെ കരുണ ആ പാദങ്ങൾ നീ ദർശിക്കട്ടെ.
കർത്താവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ വചനത്താൽ ജനത്തെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. കൂടിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവസ്തും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു ആൻഡ് വർക്ക് വിത്ത് ജീസസ്. കർത്താവിന്റെ ആൽബോട് ചേർക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയിൽ സൂക്ഷിക്കപ്പെടട്ടെ. ഗഡ് ബ്ലസ് യു ഓൾ.